നമസ്കാരം, ഞാൻ ദർശന. എല്ലാവർക്കും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. പ്രോസസ് കോസ്റ്റിംഗ് ഒരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ്. ഇപ്പോൾ പലതരം മെത്തേഡ്സ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ടല്ലോ. ജോബ് കോസ്റ്റിംഗ്, ബാച്ച് കോസ്റ്റിംഗ്, കോൺട്രാക്ട് കോസ്റ്റിംഗ്, അങ്ങനെ. ഇപ്പോൾ കോൺട്രാക്ട് കോസ്റ്റിംഗ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഓൾറെഡി പഠിച്ചുല്ലോ. ഇപ്പോൾ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റുകളാണ് സാധാരണ കോൺട്രാക്ട് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡാം, ബിൽഡിങ്, റോഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് കോസ്റ്റിംഗ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ മറ്റൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ആണ് പ്രോസസ് കോസ്റ്റിംഗ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. കരിമ്പീന്നാണ് പഞ്ചസാര ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം നമ്മൾ ഈ കരിമ്പ് വെറുതെ പോയിട്ട് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഈ പഞ്ചസാര കിട്ടില്ല. അപ്പോൾ അത് പല പ്രോസസ്സിലൂടെയും കടന്നു പോകണം. കരിമ്പ് കൊണ്ടുവന്നിട്ട് അത് കഴുകി വൃത്തിയാക്കണം, എന്നിട്ട് അതിൽ നിന്ന് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം, എന്നിട്ട് ആ ജ്യൂസിൽ വേണ്ട ഇൻഗ്രീഡിയൻസും മറ്റു കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് അതിനെ ബ്ലീച്ച് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന പഞ്ചസാരയായി മാറുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രോസസ്സിലൂടെ കടന്നു പോയാലാണ് ഇതിനൊരു ഫിനിഷ്ഡ് ഗുഡായിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ട്സിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോസസ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഒരു വസ്തു ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് ഒരു ഫിനിഷ്ഡ് ഗുഡ് ആവുന്നത്. പ്രോസസ് കോസ്റ്റിംഗിൽ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞല്ലോ. നമുക്ക് ഈ ഒരു കരിമ്പിന്റെ എക്സാമ്പിൾ തന്നെ നോക്കാം. പഞ്ചസാര ഉണ്ടാക്കുന്നത്, ശരിക്കും പഞ്ചസാര ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകണം. പക്ഷെ നമുക്ക് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ കോമേഴ്സ് അല്ലേ പഠിക്കുന്നത്. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു 3 സ്റ്റെപ്പിലൂടെ ഇത് പറഞ്ഞുതരാണ്. അപ്പോൾ കരിമ്പാണ് നമ്മുടെ ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോസസ് 1 ഇട്ടെടുത്തു. ആദ്യത്തെ പ്രോസസ്സിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇനി ഇവിടെ വെച്ചതിന്റെ ഫസ്റ്റ് പ്രോസസ്സിങ് നടക്കുകയാണ്. ഫസ്റ്റത്തെ പ്രോസസ്സ് എന്താണ്? കരിമ്പിനെ ക്ലീൻ ചെയ്യുക, അതിനെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സിൽ വെച്ചിട്ട് അതിനെ ക്ലീൻ ചെയ്തു. ക്ലീൻ ചെയ്തിട്ട് ആ ഔട്ട്പുട്ട്, അതായത് ക്ലീൻ ചെയ്ത കരിമ്പാണിയുടെ ഔട്ട്പുട്ട്, അത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. സെക്കൻഡ് പ്രോസസ്സ് എന്തായിരുന്നു? ക്ലീൻ ചെയ്ത കരിമ്പിൽ നിന്ന് ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്യുക, അതാണ് സെക്കൻഡ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് അതിൽ ജ്യൂസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു. എന്നിട്ട് ആ ജ്യൂസ് തേർഡ് പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഈ തേർഡ് പ്രോസസ്സിൽ വെച്ചിട്ട് അതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ആ ജ്യൂസിനെ പഞ്ചസാരയാക്കി മാറ്റുന്നു. അതിനെ ഫിനിഷ്ഡ് ഗുഡായിട്ട് മാറ്റുന്നു. അപ്പൊ ഇതാണ് ഒരു പ്രോസസ്സ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് പ്രോസസ്സിന്റെ ഇൻപുട്ട് അതിനെ പ്രോസസ്സിങ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് വിടുന്നു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടാണ് അടുത്ത പ്രോസസ്സിലേക്ക് ഇൻപുട്ടായിട്ട് പോകുന്നത്. അപ്പൊ ഏതൊരു പ്രോസസ്സിന്റെയും ഔട്ട്പുട്ട് നെക്സ്റ്റ് പ്രോസസ്സിന്റെ ഇൻപുട്ടാണ്. ഇവിടെ ഫസ്റ്റ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിന്റെ ഇൻപുട്ട്, സെക്കൻഡ് പ്രോസസ്സിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ തേർഡ് പ്രോസസ്സിന്റെ ഇൻപുട്ടാണ്. അങ്ങനെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ പ്രോസസ്സിലും വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മളിപ്പോ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് വിടുന്നത് ഒരു 1000 കിലോ കരിമ്പാണെന്ന് വിചാരിക്കുക. 1000 കിലോ കരിമ്പ് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിലേക്ക് ക്ലീൻ ചെയ്യാൻ കൊടുക്കുന്നു. അത് ക്ലീൻ ചെയ്ത് അതിലെ ഡിഫക്റ്റ് ഉള്ള കരിമ്പൊക്കെ എടുത്ത് മാറ്റി അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ പിന്നെ അത് 1000 തന്നെ നല്ല യൂണിറ്റ്സ് ഉണ്ടാവണമെന്നില്ല, അതിൽ കുറച്ച് ലോസ് ഒക്കെ വരാം. അപ്പൊ അതൊരു 900 യൂണിറ്റ്സ് ആണ് ഗുഡ് യൂണിറ്റ്സ് എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ നമ്മൾ 1000 യൂണിറ്റ് കൊടുത്താലും അടുത്ത പ്രോസസ്സിലേക്ക് ചിലപ്പോൾ 900 യൂണിറ്റ് പോകുള്ളൂ. പിന്നെ ഇവിടെ വെച്ച് ജ്യൂസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്ത് വരുമ്പോൾ വീണ്ടും അതിന്റെ വെയിറ്റ് കുറയും. അപ്പൊ വീണ്ടും അത് തേർഡ് പ്രോസസ്സിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതൊരു 800 കിലോയെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ ഓരോ പ്രോസസ്സിലെയും വെയിറ്റ്, അതായത് ഔട്ട്പുട്ടിന്റെ ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരും. ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അസർട്ടൈൻ ചെയ്യണം. ഇപ്പോൾ കോസ്റ്റ് പെർ യൂണിറ്റ് അസർട്ടൈൻ ചെയ്യാനുള്ള ഫോർമുലയാണ് ടോട്ടൽ കോസ്റ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിലെ നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1000 kg ആണ്, 1000 കിലോ. അപ്പൊ നമ്മൾ അത് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റത്തെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് അതിലായിരിക്കും നമ്മൾ ഈ 900 യൂണിറ്റ്സ് പ്രോസസ് 2 ട്രാൻസ്ഫർ ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള എക്സ്പെൻസും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ വീണ്ടും അതിനെ 900 ഡിവൈഡ് ചെയ്ത്, അതായത് 900 ആണ് ടോട്ടൽ നമ്പർ ഓഫ് യൂണിറ്റ്സ്, അതുകൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിലായിരിക്കും നമ്മൾ ഈ 800 യൂണിറ്റ്സ് പ്രോസസ് 3 ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് ആകുമ്പോൾ അവിടെ ഇതേപോലെ കോസ്റ്റ് പെർ യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിലായിരിക്കും നമ്മൾ സെയിൽ നടത്തുന്നത്. പിന്നെ ഓരോ പ്രോസസ്സിലും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യണം. ഇത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏത് പ്രോസസ്സിലാണോ കൂടുതൽ കോസ്റ്റ് വരുന്നതെന്നൊക്കെ മനസ്സിലാക്കാനും
കോസ്റ്റ് കൺട്രോൾ ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. നമുക്ക് ഓരോ പ്രോസസ്സിലെയും കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് മനസ്സിലാവണം. അതിനുവേണ്ടി നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ആ അക്കൗണ്ടിന്റെ പേരാണ് പ്രോസസ് അക്കൗണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു മെയിൻ ക്വസ്റ്റ്യൻ ആണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. പ്രോസസ് അക്കൗണ്ട് മാത്രമല്ല, അതിനോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റു പല അക്കൗണ്ട്സ് ഉണ്ട്. ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാനാണ് ഇതിൽ മെയിൻ ആയിട്ട് വരാറ്. അപ്പോൾ നമുക്കിനി പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാന്ന് നോക്കാം. പ്രോസസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണിത്. പ്രോസസ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. നോമിനൽ അക്കൗണ്ടിന്റെ പ്രത്യേകത എന്താ? എക്സ്പെൻസസ് എല്ലാം ഡെബിറ്റ് ചെയ്യും, ഇൻകംസ് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒരു നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മളിവിടെ ഇതിനായിട്ട് വരുന്ന എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റംസ്. ഒരു മേജർ ഐറ്റം ആണ് മെറ്റീരിയൽസ്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഷുഗറിന്റെ എക്സാമ്പിൾ നോക്കാം. കരിമ്പാണ് നമ്മുടെ മെയിൻ ഇൻപുട്ട്. അപ്പൊ ഈ കരിമ്പ് എന്താണ്? മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ മെറ്റീരിയൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. അത് ക്വാണ്ടിറ്റിയും എഴുതും, അമൗണ്ടും എഴുതും. ഇനി നമുക്ക് മെറ്റീരിയൽ മാത്രം പോരല്ലോ. നമ്മൾ ഈ ഒരു കരിമ്പിനെ പ്രോസസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് വർക്കേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ലേബർ ആണ് അടുത്തൊരു മേജർ എക്സ്പെൻസ്. ലേബർ അത് നമ്മൾ ക്വാണ്ടിറ്റി എഴുതേണ്ട ആവശ്യമില്ല, നമ്മൾ അമൗണ്ട് മാത്രം എഴുതുക. ഇനി നമുക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടാവും. അത് ഡെബിറ്റ് സൈഡിൽ എഴുതുക, അമൗണ്ട് കോളത്തിൽ മാത്രം എഴുതുക. പിന്നെ ഒരുപാട് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് വരാം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടിട്ട്. അതാണ് പ്രൊഡക്ഷൻ ഓവർഹെഡ്, അതും അമൗണ്ട് കോളത്തിൽ മാത്രം എഴുതുക. ഇനി നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്, അതായത് നമ്മൾ ഇവിടെ ഇൻപുട്ട് എല്ലാം എഴുതി അത് പ്രോസസ് ചെയ്തിട്ട് അടുത്ത പ്രോസസ്സിലേക്ക് ഇടുന്ന ഫൈനൽ ഔട്ട്പുട്ട്, അത് നെക്സ്റ്റ് പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. അതും നമ്മൾ ക്വാണ്ടിറ്റിയും എഴുതണം, അമൗണ്ടും എഴുതണം. ഇനി നമ്മുടെ ഇൻപുട്ട് ഒരു 100 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽ ഒരു 100 യൂണിറ്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എത്ര ആയിരിക്കണം? 100 യൂണിറ്റ്സ്. പക്ഷെ അത്രത്തോളം ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെന്നില്ല. അതായത് ഇപ്പൊ നമ്മൾ ഈ കരിമ്പ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ കണ്ടു, കുറച്ച് കരിമ്പ് ഡിഫക്റ്റീവ് ആണ്. അതായത് അത്ര ക്വാളിറ്റി ഇല്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാതെ കരിമ്പ് നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റും. അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിന്റെ ടേസ്റ്റ് ഒക്കെ കുറയും. അപ്പൊ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റി ഇല്ലാത്ത ആ ഒരു മെറ്റീരിയൽ നമ്മൾ അതിൽ നിന്ന് മാറ്റും. അപ്പൊ ഈ മാറ്റുന്ന കരിമ്പ് നമ്മുടെ ഫർദർ പ്രൊഡക്ഷനിലേക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ച് അതെന്താ? ലോസ് ആണ്. അത് നമ്മുടെ നോർമൽ സിറ്റുവേഷനിൽ വരുന്ന ഒരു ലോസ് ആണ്. അത് നമ്മളെ കൊണ്ട് അവോയ്ഡ് ചെയ്യാനും പറ്റില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും അങ്ങനെ ചെറിയൊരു ലോസ് എന്തായാലും സംഭവിക്കും. അപ്പൊ ഈ ഒരു ലോസിനെ പറയുന്ന പേരാണ് നോർമൽ ലോസ്. നോർമൽ ലോസ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതും. നോർമൽ ലോസ്. നോർമൽ ലോസിൽ തന്നെ 2 കാറ്റഗറി വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ വേസ്റ്റേജ് ഉണ്ടാവാം, സ്ക്രാപ്പ് ഉണ്ടാവാം. വേസ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, അത്രയും മോശമായത്. അപ്പൊ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്ക്രാപ്പ് ഉണ്ടാവും. അതായത് നമ്മുടെ ക്വാളിറ്റി കുറവ് കാരണം നമ്മൾ മാറ്റി വെക്കണതല്ലേ, പക്ഷെ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. ചെറിയൊരു എമൗണ്ടിന് സെയിൽ ചെയ്യാം. ഇപ്പൊ 1 രൂപയ്ക്കൊക്കെ നമുക്ക് വിൽക്കാൻ പറ്റും എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ സെയിൽ ചെയ്ത യൂണിറ്റ്സ് ആണെങ്കിൽ നമ്മളത് ഇവിടെ എമൗണ്ട് കോളത്തിൽ കാണിക്കണം. നോർമൽ ലോസ് എഴുതി, അത് സ്ക്രാപ്പ് വാല്യൂക്ക് വിറ്റിട്ട് അതിന്റെ അമൗണ്ട് എഴുതി. നോർമൽ ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതായത് നമ്മുടെ എല്ലാ കൊല്ലവും സംഭവിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. ഒരു 10% ആണ് നോർമൽ ലോസ്. ഇപ്പൊ നമ്മുടെ മെറ്റീരിയൽ ഒരു 100 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. നോർമൽ യൂണിറ്റ്സ് അപ്പൊ എത്രയായിരിക്കും? 10% ആണെങ്കിൽ 10 യൂണിറ്റ്സ്, അത് 100 × 10%, 10 യൂണിറ്റ്സ് ആയിരിക്കും നോർമൽ ലോസ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എത്രയായിരിക്കണം? 100 - 10, 90 യൂണിറ്റ്സ് ആയിരിക്കണം നമ്മുടെ ഔട്ട്പുട്ട്. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമ്മുടെ ഔട്ട്പുട്ട് കുറഞ്ഞു പോയി. നമുക്കൊരു 85 യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടിയോളൂ എന്ന് വിചാരിക്കുക. അപ്പൊ അത് എന്തുകൊണ്ടാണ്? നമ്മുടെ നോർമൽ ലോസ് അല്ല, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത ലോസ് അല്ല, പക്ഷെ ആക്ച്വൽ ലോസ് അതിനും കൂടുതലായിട്ട് വന്നു. അപ്പോൾ അതിന്റെ കാരണം എന്തായിരിക്കും? ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലും ലോസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ട് എന്തെങ്കിലും ലോസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അബ്നോർമൽ ലോസ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അബ്നോർമൽ ലോസ് ഒരു 5 യൂണിറ്റ്സ് ആയിരിക്കും. ഇനി മറ്റൊരു സിറ്റുവേഷൻ നോക്കാം. 100 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട്, 10 യൂണിറ്റ്സ് നോർമൽ ലോസ്, 90 യൂണിറ്റ്സ് ഔട്ട്പുട്ട് വരണം. പക്ഷെ നമുക്ക് ഇവിടെ 95 യൂണിറ്റ്സ് ഔട്ട്പുട്ട് കിട്ടി. അപ്പൊ എല്ലാവർക്കും കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവും. 90 യൂണിറ്റ്സ് വരുന്നോട്ട് എങ്ങനെ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് കിട്ടാമെന്ന്. ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ലോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ലോസ്, അപ്പൊ ആക്ച്വൽ ലോസ് അത്ര തന്നെ വരണമെന്നില്ല, ചിലപ്പോൾ അതിന് കുറവും വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗെയിൻ ആണ്. കാരണം ലോസ് കൂടുതലാണെങ്കിൽ അത് നമ്മുടെ അബ്നോർമൽ ലോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലോസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്നതിലും കുറവാണ് നമ്മുടെ ലോസ് എങ്കിൽ അത് നമുക്കൊരു ഗെയിൻ ആണ്. അതിന് നമ്മൾ അബ്നോർമൽ ഗെയിൻ എന്ന് പറയും. അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അബ്നോർമൽ ഗെയിൻ.
ഇതിന്റെയൊക്കെ കോസ്റ്റിംഗ്, അതായത് ഇതിന്റെ amount എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നൊക്കെ നമുക്കൊരു പ്രോബ്ലം വഴി പഠിക്കാം. എന്നാലേ അത് ഈസി ആയിട്ട് മനസ്സിലാവുള്ളൂ. വെറുതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കൂടുതൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അത് പ്രോബ്ലത്തിലൂടെ പഠിക്കാം. ഇനി ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മൾ സാധാരണ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ചെയ്യാറ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കും, ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യണം. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡെബിറ്റ് ചെയ്യുക, അതിന് ക്വാണ്ടിറ്റിയും അമൗണ്ടും ഉണ്ടായിരിക്കും. ക്ലോസിംഗ് സ്റ്റോക്ക് ക്രെഡിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഈസി ആയിട്ട് മനസ്സിലാവും. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? 2000 യൂണിറ്റ്സ് പ്രോസസ് ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എത്ര? 4 റുപ്പീസിന്. ഇനി പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? മെറ്റീരിയൽസ് 4000 റുപ്പീസ്, ലേബർ 1000, ഓവർഹെഡ് 700. പിന്നെ പറയുന്നുണ്ട് നോർമൽ ലോസ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ളത് 10% ഓഫ് ഇൻപുട്ട് ആണ്. പിന്നെ യൂണിറ്റ്സ് റെപ്രസെന്റിംഗ് നോർമൽ ലോസ് ക്യാൻ ബി സോൾഡ് അറ്റ് 1 റുപ്പി പെർ യൂണിറ്റ്. അതായത് 1 രൂപയ്ക്ക് നമുക്ക് സ്ക്രാപ്പ് വാല്യൂന് അത് വിൽക്കാൻ പറ്റും. ഇനി ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാ? 1900 യൂണിറ്റ്സ്. ഔട്ട്പുട്ട് ഓഫ് പ്രോസസ് ബീസ് ട്രാൻസ്ഫർ ടു ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്ന് നോക്കുക. ഇതൊന്ന് വായിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങൾ നോക്കുക. 2000 യൂണിറ്റ്സ് ആണ് ഇൻപുട്ട്, 10% നോർമൽ ലോസ് ആണ്. അപ്പോൾ 200 നോർമൽ ലോസ് ആണ്. അപ്പൊ എത്ര യൂണിറ്റ്സ് വരണം? 1800 യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട് കിട്ടേണ്ടത്. പക്ഷെ ഇവിടെ ഔട്ട്പുട്ട് തന്നിട്ടുണ്ട് 1900 യൂണിറ്റ്സ്. അതാണ് ആക്ച്വൽ പ്രൊഡക്ഷൻ 1900 യൂണിറ്റ്സ്. അപ്പോൾ 1800 കിട്ടേണ്ടടുത്ത് 1900 കിട്ടി. അതിന്റെ അർത്ഥം നമുക്ക് അവിടെ ഒരു ഗെയിൻ വന്നിട്ടുണ്ട് 100 യൂണിറ്റ്സിന്റെ. അത് അബ്നോർമൽ ഗെയിൻ ആണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നന്നായി ഒന്ന് വായിക്കുക. അതിനുശേഷം രണ്ടാമത്തെ റീഡിങ്ങിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്ത് തുടങ്ങണ്ടു. അപ്പൊ ഇതിന് നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ യൂണിറ്റ്സ് ട്രാൻസ്ഫർ എന്ന് വന്നിട്ട് പ്രീവിയസ് പ്രോസസ്സിൽ നിന്ന് വന്നിട്ടുള്ള യൂണിറ്റ്സ് കാണിക്കാം. യൂണിറ്റ്സ് ട്രാൻസ്ഫർ. പിന്നെ ഡെബിറ്റ് സൈഡിൽ എഴുതുന്ന കാര്യങ്ങൾക്ക് നമ്മൾ 2ഉം പിന്നെ അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ ബൈയും എഴുതണം. ഇവിടെ സ്പേസിന്റെ ഒരു കുറവ് കാരണം അങ്ങനെ എഴുതാത്ത പല വീഡിയോസിനും അങ്ങനെ കുട്ടികൾ ക്വസ്റ്റ്യൻ ഇങ്ങനെ ഡൗട്ട്സ് ഇടാറുണ്ട്. അപ്പൊ എന്തുകൊണ്ട് 2ഉം ബൈ ഇടാത്തിരുന്നത്? അപ്പൊ ഇത് ബോർഡിൽ ഇങ്ങനെ ചെയ്യണ കാരണമാണ് അത് എഴുതാത്തത്. എക്സാമിനൊക്കെ എഴുതുമ്പോൾ അത് എഴുതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അപ്പൊ ഇവിടെ 2 യൂണിറ്റ്സ് ട്രാൻസ്ഫർ 2000 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി. എത്ര രൂപയ്ക്കാ? 4 രൂപയ്ക്ക്. അപ്പോൾ 8000 രൂപ. ഇനി എന്താ പറയുക? മെറ്റീരിയൽ നമുക്ക് അമൗണ്ട് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ അത് മാത്രം എഴുതിയാൽ മതി. 4000. പിന്നെ ലേബർ വരുന്നുണ്ട് 1000. ഓവർഹെഡ് 700. ഇനി നോർമൽ ലോസ് 10% എന്ന് പറയുന്നുണ്ട്. അപ്പൊ എത്ര വരും? 2000ന്റെ 10% 200 യൂണിറ്റ്സ് വരും. നോർമൽ ലോസ് 200. ഇത് എത്ര രൂപയ്ക്കാ സെൽ ചെയ്യണത്? 1 റുപ്പിക്ക്. അപ്പൊ അമൗണ്ട് എത്ര വരും? 200 × 1 200 റുപ്പീസ്. ഇനി ആക്ച്വൽ പ്രൊഡക്ഷൻ എത്രയാ? 1900 യൂണിറ്റ്സ്. അത് ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ആവുന്നത്? ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്ക്. നമ്മൾ നേരത്തെ ഫോർമാറ്റ് പഠിക്കുമ്പോൾ പഠിച്ചു. ഇവിടെ നമ്മൾ നെക്സ്റ്റ് പ്രോസസ് എന്ന് പറഞ്ഞിട്ടാണ് ഔട്ട്പുട്ട് എഴുതുക. ഇവിടെ നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് എന്താ? ഫിനിഷ്ഡ് ഗുഡ് ആണ്. ഇതാണ് ലാസ്റ്റ് പ്രോസസ്. ഇനി നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് എത്ര വരുന്നുണ്ട്? 1900. അമൗണ്ട് എഴുതാൻ പറ്റുക. അമൗണ്ട് നമ്മൾ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് പഠിക്കണം. ഈ ബോർഡ് ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇതിന് ശേഷം സ്ക്രീനിൽ ആൻസർ ശരിക്കും കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ക്ലാരിറ്റി കുറവുള്ളത് നോക്കിയിട്ട് ആരും പേടിക്കണ്ട. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. പറ്റുകയാണെങ്കിൽ അത് നോട്ട് ചെയ്യുക. ഇനി നമുക്കൊരു അബ്നോർമൽ ഗെയിൻ ഉണ്ട് 100 യൂണിറ്റ്സ്. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു. ഒന്നും കൂടെ പറയാം. ഇവിടെ ഇൻപുട്ട് എത്രയാണ്? 2000 യൂണിറ്റ്സ്. ഇനി നോർമൽ ലോസ് 200 യൂണിറ്റ്സ് വരുന്നുണ്ട്. സോ ഈ നോർമൽ ലോസ് കുറച്ച് നമുക്ക് ബാലൻസ് ഔട്ട്പുട്ട് എത്രയാണ് വരേണ്ടത്? 1800 യൂണിറ്റ്സ്. പക്ഷെ നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷൻ 1900 യൂണിറ്റ്സ് കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1800 കിട്ടുന്നിടത്ത് 1900 കിട്ടിയെന്ന് പറയുമ്പോൾ
ഒരു 100 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണലി കിട്ടിയതല്ലേ, നമ്മുടെ ഒരു ഗെയിൻ ആണ്. അതായത് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്ത നോർമൽ ലോസിന്റെ അത്രയും നമുക്ക് ലോസ് വന്നിട്ടില്ല. ഒരു 100 യൂണിറ്റ്സ് എന്താ ഗെയിൻ ആണ്. അതുകൊണ്ട് അത് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് നോർമൽ ഗെയിൻ ക്വാണ്ടിറ്റി 100 amount ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അബ്നോർമൽ ഗെയിനിന്റെയും അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോകേണ്ട, അതായത് ഔട്ട്പുട്ടിന്റെയും amount നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടത്. അതെങ്ങനെയാന്ന് നോക്കാം. ഔട്ട്പുട്ടിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എക്സ്പെൻഡിച്ചർ എടുക്കുക, അതായത് ഡെബിറ്റ് സൈഡിൽ വരുന്ന ടോട്ടൽ amount എടുക്കുക. അതിന് നമ്മുടെ നോർമൽ ലോസിന്റെ amount മൈനസ് ചെയ്യുക. കാരണം ഇത് നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിന് വിറ്റിട്ട് നമുക്ക് കിട്ടിയൊരു ഇൻകാണ്. സോ അത് നമ്മൾ മൈനസ് ചെയ്യാം. അപ്പൊ ടോട്ടൽ എക്സ്പെൻഡിച്ചറിന് നോർമൽ ലോസ് മൈനസ് ചെയ്യാം. ഇനി അതിനെ നമ്മൾ നെറ്റ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നെറ്റ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻപുട്ടിൽ നിന്ന് നോർമൽ ലോസ് കുറച്ചിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റി, അതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അബ്നോർമൽ ഗെയിനോ അബ്നോർമൽ ലോസോ ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ കൺസിഡർ ചെയ്യരുത്, നോർമൽ ലോസ് കൺസിഡർ ചെയ്യണം. ഈ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ഒന്ന് ചെയ്ത് നോക്കി, എത്ര വരും? 13,700 വരും. അതിൽ നിന്ന് നമ്മൾ ഈ 200 മൈനസ് ചെയ്യാം. എന്നിട്ട് അതിനെ 2000 200 മൈനസ് ചെയ്ത് എത്ര കിട്ടുക? 1800. അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 13,700 മൈനസ് 200 ഡിവൈഡ് ബൈ 1800. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 7.5 റുപ്പീസ് കിട്ടും. ഇനി ഫിനിഷ്ഡ് സ്റ്റോക്കിന്റെ amount കാണണമെങ്കിൽ 1900 അതാണ് ഇവിടെ ക്വാണ്ടിറ്റി, അത് ഇൻറ്റു 7.5 റുപ്പീസ് എത്ര വരും? 14,250. അബ്നോർമൽ ഗെയിനിനും ഇതേപോലെ തന്നെ ചെയ്യണത്. കാരണം ഈ 7.5 റുപ്പീസ് തന്നെയാണ് നമ്മൾ അബ്നോർമൽ ഗെയിനിന്റെ കോസ്റ്റ് പെർ യൂണിറ്റ്. അപ്പോൾ 100 ഇൻറ്റു 7.5 റുപ്പീസ് 750 വരും. ഇനി ഇത് രണ്ടും ടോട്ടൽ ചെയ്താൽ അത് ഈക്വൽ ആയിരിക്കും. 2,100 14,450. 2,100 14,450. ഇങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രോസസ് അക്കൗണ്ട് പോലെ തന്നെ ക്വാണ്ടിറ്റി കോഡോ എമൗണ്ട് കോഡോ ഉള്ള ഒരു ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. ഈ പ്രോസസ് അക്കൗണ്ട് നമ്മൾ നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോസസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റ് സൈഡിൽ എഴുതിക്കോളൂ, പ്രോസസ് ബി അക്കൗണ്ട് ക്വാണ്ടിറ്റി 200 എമൗണ്ട് 200. ഇനി നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 200 ആണ് നമ്മുടെ നോർമൽ ലോസ്, നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ലോസ്. പക്ഷെ ആക്ച്വലി നമുക്ക് അത്രയും വന്നിട്ടില്ല. 100 യൂണിറ്റ്സോടെ നമുക്ക് ലോസ് വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മളിവിടെ 100 യൂണിറ്റ്സ് നമ്മൾ 200 യൂണിറ്റ്സും സെല് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അമൗണ്ടിൽ നമ്മൾ 200 കാണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ഇഫക്റ്റ് ഇല്ലാതെ ആക്കണം. അതായത് അബ്നോർമൽ ഗെയിൻ നമുക്ക് വന്നിട്ടുണ്ട്, അപ്പൊ അതിന്റെ ഒരു ഇഫക്റ്റ് നമുക്കിവിടെ കാണിക്കണം. അതിന് വേണ്ടിയിട്ട് അബ്നോർമൽ ഗെയിനിനെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടിറ്റി എത്രയാ? 100 കാണിക്കാം. ഇനി നമ്മൾ ഈ amount 750 എഴുതേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെല് ചെയ്തെന്ന് പറഞ്ഞ് കാണിച്ച ആ ഒരു ഇഫക്റ്റ് ഇല്ലാതാക്കാനാണ് നമ്മൾ ഇതിനെ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ 100 യൂണിറ്റ്സിനെ 1 റുപ്പി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100 റുപ്പീസ് ആണ് amount ആയിട്ട് കാണിക്കേണ്ടത്. ഇപ്പൊ നോർമൽ ലോസിൽ 200 യൂണിറ്റ്സ് ആണ് നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ അബ്നോർമൽ ഗെയിൻ വന്നത് കാരണം 100 യൂണിറ്റ്സ് കുറച്ചു, ബാലൻസ് 100 യൂണിറ്റ്സ് ആണ് നമ്മുടെ ആക്ച്വൽ ലോസ്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് നമുക്ക് സ്ക്രാപ്പ് വാല്യൂവിന് വിൽക്കാൻ പറ്റും. അപ്പൊ നമ്മൾ സ്ക്രാപ്പിന് വിൽക്കുമ്പോൾ നമുക്ക് ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബൈ ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നോർമൽ ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബൈ ക്യാഷ് അക്കൗണ്ട് 100 യൂണിറ്റ്സ് amount എത്രയായിരിക്കും? 1 രൂപയ്ക്കല്ല വിൽക്കേണ്ടത്. അപ്പോൾ 100 × 1 100 റുപ്പീസ്. അപ്പൊ അങ്ങനെയാണ് ആ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് ആണ്. നമ്മൾ ഓൾറെഡി പ്രോസസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ അബ്നോർമൽ ഗെയിൻ എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അബ്നോർമൽ ഗെയിൻ അക്കൗണ്ട് എന്ത് ചെയ്യണം? പ്രോസസ് ബി അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. എത്ര ക്വാണ്ടിറ്റി? 100, amount 750 റുപ്പീസ്. ഇനി നോർമൽ ലോസിൽ നമ്മൾ അബ്നോർമൽ ഗെയിനിനെ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അബ്നോർമൽ ഗെയിൻ അക്കൗണ്ടിൽ നോർമൽ ലോസിനെ ഡെബിറ്റ് ചെയ്യണം. ക്വാണ്ടിറ്റി 100, amount 100. ഇപ്പൊ നമ്മുടെ ക്വാണ്ടിറ്റി ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും ഈക്വൽ ആണ്, 100 100. ഇനി ക്രെഡിറ്റ് സൈഡിൽ amount എത്രയാ? 750 വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ 100 ഉള്ളൂ. ഒരു 650 amount ബാലൻസ് വരുന്നുണ്ട്. ആ ബാലൻസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോൾ PSC എക്സാം പോലെയുള്ള MCQ ക്വസ്റ്റ്യൻസ് വരുന്ന എക്സാംസിൽ ചോദിക്കാറുണ്ട്. അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യണം.
അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയണം. കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് അബ്നോർമൽ ഗെയിൻ അല്ലെങ്കിൽ അബ്നോർമൽ ലോസ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ അബ്നോർമൽ ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ വരുന്നില്ല, കാരണം അബ്നോർമൽ ഗെയിൻ ആണ് വരുന്നത്. പക്ഷെ നമുക്കത് അറിഞ്ഞിരിക്കണം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന്റെ ഫോർമാറ്റും കൂടെ നമുക്കൊന്ന് പഠിക്കാം. പ്രോസസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അബ്നോർമൽ ലോസ് അക്കൗണ്ടിൽ പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കണം, ക്വാണ്ടിറ്റി കാണിക്കണം, അമൗണ്ടും കാണിക്കണം. ഇനി നമ്മൾ അബ്നോർമൽ ലോസ് സെൽ ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ ചെറിയൊരു സ്ക്രാപ്പ് വാല്യൂ സെൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് കിട്ടും. ക്യാഷ് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം, ക്യാഷ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂണിറ്റ്സ് എഴുതുക. അമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? യൂണിറ്റ്സ് ഇൻറ്റു സ്ക്രാപ്പ് വാല്യൂ എത്രയാണോ അത്, അങ്ങനെ നമ്മൾ അമൗണ്ട് കാണിക്കുക. ഇനി യൂണിറ്റ്സ് കോളം ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും ഇപ്പോൾ. പക്ഷെ അമൗണ്ട് കോളത്തിൽ ഒരു ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതായത് പ്രോസസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും അമൗണ്ട് നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിൽ ചെറിയൊരു അമൗണ്ട് ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡെബിറ്റ് സൈഡ് ഇപ്പോൾ കൂടുതലായിരിക്കും അമൗണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മൾ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് സൈഡിൽ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് എഴുതിയിട്ട് അമൗണ്ട് കാണിക്കുക, ഡിഫറൻസ് കാണിക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിലൂടെ കമന്റ് ചെയ്യുക, നമ്മളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ലേണേഴ്സ് ലൈവ് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം എല്ലാവർക്കും നന്ദി.